ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റജിനാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണിത്. അനീമിക് ആയിട്ടുള്ള കുട്ടികൾക്കും തടി കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് കഴിച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ ഫലം കിട്ടുന്നതാണ്. വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ 2 കപ്പ് എള്ള് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ഒരു അരിപ്പയിൽ ഇത് ഊറ്റി വെക്കാം. ഇനി വൃത്തിയുള്ള തോർത്തിൽ ഇത് പരത്തി കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഉണങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എള്ളിൽ ധാരാളം കാൽസ്യം, മഗ്നീഷ്യം, അയൺ അടങ്ങിയിരിക്കുന്നുണ്ട്. ധാരാളം ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ദഹനത്തിന് ഇത് വളരെയധികം സഹായിക്കുന്നു. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ട്യൂമർ കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഏകദേശം ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ എടുത്തിരിക്കുന്നത് മറയൂർ ശർക്കരയാണ്. 400 ഗ്രാം മറയൂർ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കരിപ്പട്ടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇത് രണ്ടും ഇല്ലാത്തവർ സാധാരണ ശർക്കര ഉപയോഗിച്ചാലും മതി. ഇനി ഒരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇനി ഒരു കടായി അടുപ്പിൽ വെക്കാം. അതിലേക്ക് 2.5 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. അവിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അവിലെടുക്കുമ്പോൾ മട്ട അവിൽ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ള അവിൽ ഒരിക്കലും എടുക്കരുത്. ഇപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് കയ്യിലൊന്ന് പിടിച്ച് പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ പൊട്ടുന്നതാണ്. അതാണ് ഇതിൻ്റെ പാകം. ഇനി ഇത് മാറ്റി വെക്കാം. ഇതിലേക്ക് നേരത്തെ ഉണക്കി വെച്ചിരിക്കുന്ന എള്ള് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എള്ള് പെട്ടെന്ന് തന്നെ പൊട്ടി വരുന്നതാണ്. വെള്ളമൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തത്. കപ്പലണ്ടിയിൽ ധാരാളം പ്രോട്ടീനും മിനറൽ, വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട്. പച്ച കപ്പലണ്ടി വാങ്ങുന്നതിനേക്കാൾ വറുത്ത കപ്പലണ്ടി വാങ്ങുന്നതാണ് നല്ലത്. ഇനി ഇതും വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ടൈമിൽ മാത്രമാണ് നമ്മൾ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം.
ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങ വറുക്കുമ്പോൾ തീ ഒരു ലോ ടു അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ അടി പിടിച്ചു പോകും. ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ, അത് ഒരു അരിപ്പയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒന്ന് നന്നായിട്ട് വിളയിച്ചെടുക്കാം. ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ ഒറ്റനൂൽ പരുവം ആകേണ്ട ആവശ്യമില്ല. ഒന്ന് ലൂസായിട്ട് എടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം. എന്നാലേ ഇത് ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതെല്ലാം കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അടിയിൽ നിന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ശർക്കര അവിടെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടാകും. ഒരു 4-5 മിനിറ്റ് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്ക് പൊടി, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതൊക്കെ ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇത് 3ഉം ഇല്ലെങ്കിൽ ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള എള്ളും അവിലും വിളയിച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.